നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ എരുമേലി പേട്ടതൊഴിലിനായി നാടൊരുങ്ങിയിരിക്കുകയാണ്. അമ്പലപ്പുഴ സംഘവും ആലങ്ങാട്ട് സംഘവും രഥഘോഷയാത്രയോടെ എരുമേലി ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അമ്പലപ്പുഴ സംഘമാണ് നമുക്കൊപ്പമുള്ളത്. അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരെന്ന് വിശ്വസിക്കുന്ന അമ്പലപ്പുഴ സംഘം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. പേട്ടതൊഴിലിന് ശേഷമാണ് അവർ ശബരിമലയിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ അവരെത്തിയിരിക്കുന്നത് ഏറെ വർഷക്കാലം വാവരുടെ പ്രതിനിധിയായി അനുഗമിച്ചിരുന്ന ഹസൻ റാവുത്തറുടെ കുടുംബ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം മക്കളുമായി അമ്പലപ്പുഴ സംഘം ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ്. ആ ബന്ധം പുതുക്കുന്നതിനായാണ് അമ്പലപ്പുഴ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം സമൂഹ പെരിയോൻ ഉണ്ട്. പേട്ടതൊഴിലിനെ പറ്റി, സവിശേഷതകളെ പറ്റി അദ്ദേഹം നമ്മളോട് ഇപ്പോൾ സംസാരിക്കും. അയ്യപ്പ ഭക്തത്തിലെ എല്ലാ അംഗങ്ങളും വൃശ്ചികമാസം 1-ാം തീയതി തന്നെ ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകി മുദ്ര സ്വീകരിച്ച് കഴിഞ്ഞാൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി ഭഗവത് ദർശനം നടത്തി 51 ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി. മുൻവർഷങ്ങളെല്ലാം 2 നേരമായിരുന്നു അന്നദാനം. ഈ വർഷം 3 നേരവും അന്നദാനം നടത്തി. അവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, സ്വാമി ഭക്തന്മാരുൾപ്പെടെ ധാരാളം അയ്യപ്പന്മാർ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ഈ കാലഘട്ടത്തിൽ. അവർക്ക് എല്ലാവർക്കും, കൂടാതെ മറ്റ് ക്ഷേത്രത്തിലെത്തി വരുന്ന ഈ ക്ഷേത്രവിശ്വാസികൾക്കും മുഴുവൻ അന്നദാനം നടത്തിയിട്ടാണ് ഞങ്ങളെ കെട്ട് നിറയ്ക്കാനുള്ള ആരംഭം. ഈ വർഷം ജനുവരി 5-ാം തീയതി കെട്ട് നിറച്ച് 6-ാം തീയതി രാവിലെ രഥഘോഷയാത്ര ആയിട്ട് അന്ന് അമ്പലപ്പുഴ പ്രാന്തപ്രദേശങ്ങളിലുള്ള 3 പഞ്ചായത്തുകളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് രാത്രി 12 മണിയോടുകൂടി തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ചക്കുളത്തുകാവ്, ആനപ്പുറമ്പാൽ, ചക്കുളത്തുകാവ്, തിരുവല്ല ക്ഷേത്രം, കാവുമ്പ, അവിടെ ആ വഴിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് കവിയൂർ ക്ഷേത്രത്തിൽ 11:30 മണിയോടുകൂടി എത്തി കവിയൂർ ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്തു. അവിടെ നിന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ ഇന്നലെ പുറപ്പെട്ട് മല്ലപ്പള്ളി ആനിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് എല്ലാം സന്ദർശിച്ച് മണിമലക്കാവ്, കോട്ടാങ്ങൽ വഴി മണിമലക്കാവ് ക്ഷേത്രത്തിൽ ഇന്നലെ ക്യാമ്പ് ചെയ്തു. ഞാൻ ക്യാമ്പ് ചെയ്ത് ഇന്നലെയാണ് ഞങ്ങളുടെ ആഴിപൂജ. ആലങ്ങാട്ട് സംഘവും എരുമേലിയിൽ എത്തിയിട്ടുണ്ട്. ആലങ്ങാട്ട് സംഘത്തിന്റെ യോഗം പ്രതിനിധിയായ പുറയാറ്റുകളി രാജേഷ്, അദ്ദേഹം ചടങ്ങുകളെ പറ്റി നമ്മളോട് വിശദീകരിക്കും. എന്താണ് പൂജകൾ നടക്കുന്നത്? സ്വാമി ശരണം. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ പാനപൂജയാണ്. ഞങ്ങൾ പീഠം വെച്ചതിന് ശേഷം അയ്യപ്പസ്വാമിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാനകം നേദിച്ച് പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. ധനു 18-ന് ആലുവ ശിവരാത്രി മണപ്പുറത്തുള്ള മഹാദേവന്റെ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് വാങ്ങിയ സ്വർണ്ണഗോളയുമായിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഏകദേശം 300ഓളം ക്ഷേത്രങ്ങളിൽ കാണിക്ക സമർപ്പിച്ച് സ്വീകരണം ഏറ്റുവാങ്ങി 7ഓളം ക്ഷേത്രങ്ങളിൽ വൈകിട്ട് തങ്ങി പാനപൂജ നടത്തിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. നാളെ ധനു 27-നാണ് പ്രശസ്തമായ ആലങ്ങാട്ട് പേട്ട. അപ്പോൾ ആലങ്ങാട്ട് പേട്ടയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അവിടെ ആലങ്ങാട്ട് പേട്ടയോട് അനുബന്ധിച്ചുള്ള പേട്ട സദ്യക്കും ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നാളെ രാവിലെ 10:30-ക്കാണ് പേട്ട സദ്യ. അതിനു മുമ്പ് പേട്ടപ്പണം സമർപ്പിക്കൽ എന്നൊരു ചടങ്ങുണ്ട്. അത് രാവിലെ നടക്കും. പേട്ടസദ്യക്ക് മുമ്പായിട്ട് ഇവിടെ പപ്പടം കാച്ചി അതിൻ്റെ ഒരു കൊടിയുയർത്തലുണ്ട്. അത് നാട്ടുകാരെയും നമ്മുടെ അയ്യപ്പ ഭക്തരെയും പേട്ടസദ്യക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വിളംബരമാണ്. ആ വിളംബരത്തോടുകൂടി ഞങ്ങളൊക്കെ സദ്യ ആരംഭിക്കും. ഈ എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും നാട്ടുകാർക്കും ആലങ്ങാട്ട് യോഗത്തിന്റെ പേട്ടയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പേട്ട ഏകദേശം ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് പേട്ടയമ്പലത്തിൽ നിന്ന് തുടങ്ങുന്നത്. ഈ ഗോളക പേട്ടയമ്പലത്തിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്തി വാങ്ങിയതിനു ശേഷം മാനത്ത് വെള്ളിനക്ഷത്രം ഉദിച്ചതിന് ശേഷം മാത്രമേ ആലങ്ങാട്ട് യോഗക്കാർ പേട്ട ഇറങ്ങാറുള്ളൂ. അതിന്റെ ഐതിഹ്യം, അല്ലെങ്കിൽ അതിന്റെ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എരുമേലിയുള്ള അയ്യപ്പ ചൈതന്യം ആലങ്ങാട്ട് യോഗത്തോടുകൂടിയാണ് ശബരിമലയിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ മഹാദേവൻ അത് കാണുവാനായിട്ട് എരുമേലിയിൽ എത്തിച്ചേരുന്നു. എത്തിച്ചേരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജടയിലെ ചന്ദ്രക്കലയാണ് നമ്മൾ വെള്ളിനക്ഷത്രമായി കാണുന്നത്. അതാണ് ഈ പേട്ടയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അങ്ങനെ അയ്യപ്പസ്വാമി ആലങ്ങാട്ട് യോഗക്കാരോടൊപ്പം പേട്ട കെട്ടുന്നു. ആലങ്ങാട്ട് യോഗക്കാർ എന്ന് പറഞ്ഞാല്
ശൈവയോദ്ധാക്കളാണ്, അല്ലെങ്കിൽ മഹാദേവന്റെ ആളുകളാണ്. അതാണ് ആലങ്ങാട്ട് യോഗത്തിന് അയ്യപ്പസ്വാമിയുടെ പ്രതിസ്ഥാനീയരായി ഗണിക്കപ്പെടുന്നത്. ശേഷം ഞങ്ങൾ പമ്പയിലെത്തി പമ്പാ സദ്യയും പമ്പാ വിളക്കും നടത്തുന്നു. അപ്പോൾ അതിന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തോടൊപ്പമാണ് പമ്പയിൽ നമ്മൾ വിരിവെക്കുന്നത്. വൈകിട്ട് പമ്പാ വിളക്ക് എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയെ വെച്ച് പൂജ നടത്തുന്നതിനാണ് ഞങ്ങളുടെ നാട്ടിൽ വിളക്ക് എന്ന് പറയുന്നത്. ആ പമ്പയിൽ വെച്ച് നടക്കുന്ന അയ്യപ്പസ്വാമിയുടെ പൂജയ്ക്കാണ് പമ്പാ വിളക്ക് എന്ന് പറയുന്നത്. ആ പമ്പാ വിളക്ക് നടത്തിയാണ് ഞങ്ങള് ശബരിമലയിലേക്ക് യാത്രയാവുന്നത്. ശേഷം നമ്മുടെ 1-ാം തീയതി അയ്യപ്പസ്വാമിയുടെ മാരവിളക്ക് ദർശനവും മാറജൂ ദർശനവും കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം 2-ാം തീയതി അയ്യപ്പസ്വാമിയുടെ പവിത്രമായ 18 പടികളും കഴുകി തുടച്ച് ആലങ്ങാട്ട് യോഗത്തിന്റെ കീഴാചാര പ്രകാരമുള്ള പടിപൂജ ഇപ്പോഴും ഞങ്ങൾ നിർബാധം നൂറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്ന നേദ്യങ്ങളായ അരി, ശർക്കര, നാളികേരം എന്നിവ അയ്യപ്പസ്വാമിക്ക് സന്നിധാനത്തിൽ വെച്ച് ഒരുമിച്ച് സമർപ്പിക്കുന്നു. അപ്പോൾ അരി പറക്ക അളന്ന് വാങ്ങുകയും ശർക്കര തൂക്കി വാങ്ങുകയും നാളികേരം എണ്ണി വാങ്ങുകയും ദേവസ്വം ബോർഡ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം ഉച്ചയ്ക്ക് ഞങ്ങളുടെ 6 ചെമ്പ് പന്തിരാജ നിവേദ്യം തന്ത്രി നേരിട്ട് വന്ന് നടക്കൽ വെച്ച് 6 വലിയ ചെമ്പിലാണ് ഞങ്ങൾ നേദ്യമുണ്ടാക്കുന്നത്. 3 ചെമ്പ് പായസവും 3 ചെമ്പ് വെള്ളയും അയ്യപ്പസ്വാമിയുടെ മനം നിറഞ്ഞ കണ്ണിറഞ്ഞ കാണുവാനുള്ള ആ നേദ്യം ആലങ്ങാട്ട് യോഗക്കാർക്ക് മാത്രം അവകാശമുള്ളതാണ്. അവരാണ് അത് കൊണ്ടുവന്ന് ഉണ്ടാക്കി നടക്കെ കൊണ്ട് നേദിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് അയ്യപ്പസ്വാമിയുടെ പ്രതിസ്ഥാനീയരായ ഞങ്ങൾക്കുണ്ട്. ശേഷം വൈകിട്ട് അപ്പാരോണ നമ്മൾ നിർമ്മിച്ച് ഇതേപോലെ തന്നെ സന്നിധാനത്ത് എത്തിച്ച് അതും നേദിച്ചു വാങ്ങുന്നു. ഇതൊക്കെയാണ് ആലങ്ങാട്ട് യോഗത്തിന്റെ അവകാശങ്ങളും ഞങ്ങൾ നടത്തുന്ന അയ്യപ്പസ്വാമിയുടെ ചടങ്ങുകളുടെ ഒരു സംക്ഷിപ്ത രൂപം. അപ്പൊ എല്ലാവിധ സഹായസഹകരണങ്ങളും ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇപ്പോഴും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. താമസം, ഇപ്പൊ ഷെഡുകൾ എങ്ങനെ താമസിക്കാനുള്ള എരുമേലി, പമ്പ, ശബരിമല എല്ലായിടത്തും ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആലങ്ങാട്ട് യോഗക്കാർ കൃത്യമായി വൃശ്ചികത്തിന് മാലയിട്ട് 56 ദിവസം നോയമ്പെടുത്താണ് 56 ദിവസം പേട്ട കെട്ടുന്നത്. ശേഷം ഞങ്ങൾ 66-ാം ദിവസമാണ് ശബരിമലയിൽ നിന്ന് തിരിച്ച് ഉപചാരം ചൊല്ലി പിരിയുന്നത്. സ്വാമി ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പേട്ടതുള്ളൽ. ചരിത്ര പ്രസിദ്ധമായ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ് പേട്ടതുള്ളൽ ഏറ്റവും പരമോന്നതിയിൽ എത്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നാട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും ആഘോഷരാവിനായുള്ള കാത്തിരിപ്പാണ്. കഴിഞ്ഞ 50 ദിവസക്കാലമായി രാവും പകൽ വ്യത്യാസമില്ലാതെ ശരണ മന്ത്രങ്ങളും വാദ്യമേളങ്ങളാൽ മുഖരിതമായ എരുമേലി മകരവിളക്ക് തീർത്ഥാടനത്തോടെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരും. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.